ഇടക്കൊച്ചി സെന്റ് ലോറൻസ് യു.പി. സ്കൂളിന് മുന്നിൽ ശുചീകരണത്തിനിടെ പെരുമ്പാമ്പിനെ കണ്ടെത്തി. കൗൺസിലർ ലസിത പീറ്ററുടെ നേതൃത്വത്തിൽ സ്നേക്ക് റെസ്ക്യൂ ടീമിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. വിദ്യാലയ പരിസരത്തും ജനവാസ മേഖലകളിലും പാമ്പ് ശല്യം വർദ്ധിക്കുന്നത് നാട്ടുകാരിൽ വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. കൊച്ചി നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ റോഡരികിലെ കുറ്റിക്കാടുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടത്. പെട്ടെന്നുണ്ടായ കാഴ്ച തൊഴിലാളികളിലും നാട്ടുകാരിലും പരിഭ്രാന്തി പരത്തി. ഉടൻ തന്നെ സ്ഥലത്തെ കൗൺസിലർ ലസിത പീറ്ററെ വിവരമറിയിച്ചു. കൊണ്ട് നമ്മൾ റോഡ് ശുചീകരണം ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ പാമ്പിനെ കാണാനായിട്ട് സാധിച്ചത്. ഉടനെ അവർ ഗ്രൂപ്പിലോട്ട് വിളിക്കുകയും ചെയ്തു. ഞാൻ തുടർന്ന് പാമ്പ് പിടുത്തക്കാരെ വിളിച്ച് അറിയിച്ചു. അവരെ ഗ്രൂപ്പിലേക്ക് അടുത്തുള്ള ആളെ ഉടനെ ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. കൗൺസിലർ ഇടപെട്ട് സ്നേക്ക് റെസ്ക്യൂ ടീമിനെ അറിയിക്കുകയും സ്ഥലത്തെത്തിയ വിദഗ്ധ സംഘം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടുകയുമായിരുന്നു. പ്രദേശത്ത് പലയിടങ്ങളിലും കാട് കയറി കിടക്കുന്നതിനാൽ പാമ്പ് ശല്യം രൂക്ഷമാകുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടക്കൊച്ചി സെന്റ് ലോറൻസ് യു.പി. സ്കൂളിന് സമീപത്തു നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. ഇത് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ജനവാസ മേഖലകളിലും പാമ്പുകൾ എത്തുന്നത് തടയാൻ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിലവിലെ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനമാണ് പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ പാമ്പുകളുടെ സാന്നിധ്യം ക്രമാതീതമായി വർദ്ധിച്ചതോടെ വനം വകുപ്പിന്റെ സർപ്പ റെസ്ക്യൂ ടീം അംഗങ്ങൾ വിശ്രമമില്ലാത്ത ജോലിയിലാണ്. ലൈസൻസ് ഉള്ള പാമ്പ് പിടുത്തക്കാരെ വേഗത്തിൽ ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.